ഹലോ. കണ്ണിൻ്റെ കറുപ്പൊക്കെ പോയിട്ടോ. എത്ര ആൾക്കായിരുന്ന ആഘോഷം, കണ്ണിന് പണി കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നും കറങ്ങാൻ പോവുക. കറങ്ങാനും തിരിയാനൊന്നുമല്ല, വീട്ടിലൊന്ന് പോവുകയാണ്. പപ്പനെ ഒന്ന് കാണണം. പപ്പൻ്റെ കൂടെ ഒന്ന് 2 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. ഇന്നും ഞാൻ വണ്ടി എടുത്തില്ല, ഇന്നും ഞാൻ ബസ്സിന് തന്നെ. നോക്കൂ ഗൈസ്, വെള്ളം, പച്ച വെള്ളം, കനാലിൽ വെള്ളം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഇപ്പോൾ ബസ്സിനാണ് പോണത്. ബസ്സിന് പോയി എപ്പോൾ അവിടെ എത്തുമെന്നറിയില്ല. പിന്നെ ബാലുശ്ശേരിയൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും ചിലപ്പോൾ. അപ്പോൾ പിന്നെ കാറിങ്ങനെ ചവിട്ടിപ്പിടിച്ച് പോകണ്ടേ. അതുകൊണ്ട് ബസ്സിനകത്ത് കയറുക. നടന്ന് അവിടെ എത്തും. അപ്പം എവിടെ പോയു? പൂനൂർ പോവുക. അങ്ങനെ ബസ് കയറാൻ നടക്കുകയാണ് ഗൈസ്. അപ്പം വെള്ളം കണ്ടല്ലോ. ബൈ ഒരു 5 മിനിറ്റ് ഉണ്ട് നടക്കാനേ. നടന്ന് വലിയ ശീലമില്ലാത്തതുകൊണ്ട് ആദ്യമൊക്കെ 2 വീലറിൻ്റെ മുകളിൽ പോകുമ്പം ഏതെങ്കിലും ഷോപ്പിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നതിൻ്റെ അതിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഷോപ്പിൽ കയറി സാധനം വാങ്ങലായിരുന്നു. അതേപോലെ കാറ് പോകുന്നിടത്ത് എങ്ങോട്ടും ഞാൻ പോവുകയായി. നടക്കുക എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് പോലും നടക്കൂലേ. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഡെയിലി എക്സസൈസ് മസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് കേൾക്കാൻ, ആരോട് പറയാൻ. എന്നും വിചാരിക്കും വൈകുന്നേരം നടക്കണമെന്ന്. അപ്പോൾ നടക്കുന്ന കാര്യം വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും കുറച്ച് കിടക്കട്ടെ എന്ന്. അങ്ങനെ നടക്കിടന്നാളും. അതുകൊണ്ട് നടപ്പ് നടക്കാറില്ല. ഇങ്ങനെ വല്ല നടപ്പും നടന്നാലായി. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും ബൈ പറയട്ടെ. ബസ് കയറി അവിടെ എത്തിയിട്ട് എന്താടേ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ബൈ. ചോറ് അരച്ചൊഴിയാൻ പറ്റും. നല്ല പാഴ്സുണ്ട്, നല്ല ചൂടുണ്ട്. പിന്നെ ചൂടാ. ചോറ് കഴിഞ്ഞു. 2ാമത്തെ ട്രിപ്പ്. നൈസ് പത്തിരിയും പാഴ്സും. ഇത് കോഴിയുടെ കുഞ്ഞി മുട്ട, കട്ടൻ ചായ. അങ്ങനെ ഞാൻ വന്ന കാര്യം
ഇവിടെ ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസ്. ഡ്രസ്സ് ചൂടുകൊണ്ട് മാറ്റിയതാട്ടോ. താത്താമാർക്ക് ഫുള്ള് വണ്ടിയാണ്. അങ്ങോട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തതാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ച് ബസ് ഇറങ്ങി. അങ്ങോട്ട് പച്ച, ഇങ്ങോട്ട് റോസ്. മറ്റേ ചുരിദാർ ഇട്ടിട്ടു ഒടുക്കമത്തെ ചൂട്. ഇത് സത്യം പറയാച്ച ഞാൻ വീട്ടിൽ കൂടി ഇടുന്ന ചുരിദാറാ. ഇതിട്ടിട്ട് ബസ്സിൽ ഞാൻ ഇങ്ങ് പോകുന്നത്. കുഴപ്പമില്ല കേട്ടാ. അപ്പം ഞാൻ പോയ കാര്യങ്ങളൊക്കെ നടന്നു. ഇനി നാളെ പോവാനില്ലാന്ന് വിചാരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പപ്പോ കുറച്ച് ദിവസത്തേക്ക് ഇനി വീഡിയോ ഒന്നും വലിങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. ഞാൻ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഓരോരുത്തർ മെസ്സേജ് ചെയ്യുന്നു. എന്താണ് വെയിറ്റ് മാടൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. ദൂരം വാങ്ങിയോ? പണ്ട് എൻ്റെ ഉമ്മാമ ഉള്ള കാലത്ത് മുറ്റടിച്ച് വരുന്ന ചൂല് കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പറമ്പ് പോകുമായിരുന്നു. ഒരു വലിയ പറമ്പിൻ്റെ നടുക്കൊരു വീടാണ്. ആ വീട്ടിൽ ആൾ താമസമൊന്നുമില്ല. എന്നിട്ട് എന്നെയും കൊണ്ടിട്ടാണ് ഈ കവുങ്ങിൻ്റെ പട്ട എടുക്കാൻ പോവുക. എന്നിട്ട് കുറേ മാങ്ങ വറക്കാനുണ്ടായി. ഫുള്ള് മാവും ഉണ്ടായി. എന്നിട്ട് ഞാനിന്ന് ബസ്സിൽ വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിറയെ മാങ്ങ കണ്ടപ്പോൾ ഞാൻ അറിയാതെ അമ്മാമനോർത്ത് പോയി. ഞാൻ വരുന്ന വഴിക്ക് അമ്മായിൻ്റെ അടുത്ത് കയറിനെ, അപ്പയുടെ പങ്ങളടുത്ത്. അപ്പോൾ ആളെല്ലാം കൂടി വയസ്സായി മാമൻ്റെ ഒരു ലുക്കും കൂടി. അത് കണ്ട് ഞാൻ മനസ്സിലിങ്ങനെ ഇതായി. ഞാൻ ഇപ്പം വരുമ്പം മാങ്ങ കണ്ടപ്പോൾ ഇങ്ങനെ മാമനോർത്തേക്ക് അന്നൊരുപാട് മാങ്ങ. കുഞ്ഞാട്ടോ, ഞാൻ കുഞ്ഞെന്ന് പറയാനില്ല, എൻ്റെ മക്കളുടെ ഒരു പ്രായം. എന്നിട്ട് മാമനെ മിസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീല്. എനിക്ക് അമ്മേനെ ഞാൻ പറഞ്ഞില്ല, അമ്മേനെ കണ്ടപ്പോൾ പെട്ടെന്ന് മാമനൊരു തോന്നൽ. മാമ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പൻ്റെ അമ്മ കേട്ടോ. എനിക്ക് എല്ലാം ആയിരുന്നു. എൻ്റെ മാമ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷെ എനിക്ക് മാത്രമേ ഇളവുള്ളായിരുന്നു. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ പണ്ട് എൻ്റെ ഏട്ടത്തിമാർ എന്നെ കണ്ണാന്ന് വിളിക്കുമ്പോഴേക്കും ഞാൻ കരയേഞ്ഞു. അന്നപ്പണ്ട് എൻ്റെ ഉമ്മാമക്കൊരു ഇളകാൻ. ആ ഒരു ദിവസവും ആരുടെയത് ആരോ എന്നോട് കൈ കാണിച്ചു. പിന്നെ ഒരു ദിവസം എൻ്റെ സിസ്റ്ററെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരുന്നുണ്ട് കേട്ടോ. അവളുടെ ഫേസ് എന്തായാലും അവൾ പുറത്തേക്ക് കാണിക്കൂല, പക്ഷെ അവളെ കാണിക്കാതെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് മാമനെ വല്ലാതെ മിസ് ചെയ്യുന്നു ഗൈസ്. എൻ്റെ മക്കൾ പോകുന്നുണ്ട്. അവർ കഥ പറഞ്ഞ് കാണുന്നില്ലേ? അതാ ചില സമയത്ത് എനിക്ക് അവരോട് അസൂയ തോന്നും. രണ്ടാളും
അവളുടെ എല്ലാം അവനാ. അപ്പം എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവനോടാ പറയാം, എന്നോട് നേരിട്ട് പറയുമല്ല. അപ്പം ഞാൻ അവളുണ്ടായപ്പോൾ തൊട്ടിട്ട് എന്ന് പറഞ്ഞാൽ അതിൽ വരയ്ക്കലാണല്ലോ പരിപാടി. അപ്പോൾ എൻ്റെ പകുതി മുക്കാൽ സമയവും ഞാൻ വരയ്ക്കാനെടുക്കുമ്പോൾ ഇവളെ നോക്കൽ ഇവനായിരുന്നു. അന്ന് തൊട്ടേ ഓനും ഓളും അങ്ങനൊരു ബോണ്ട്, ആങ്ങളെയും പെങ്ങളെയുള്ളൊരു ബോണ്ട് ഉണ്ടല്ലോ. അപ്പം ഈ കാണുമ്പോൾ അസൂയാവും. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ബ്രദറിൻ്റെ മക്കളൊക്കെ അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ. ഞാനും എൻ്റെ ഏട്ടത്തിമാരൊക്കെ എന്ന് വെച്ചാൽ തല്ലും പിടി കഴിഞ്ഞു. തല്ലും പിടി എന്ന് വെച്ചാൽ റിമോട്ടിന് തല്ലുവിടുക, വളക്ക് തല്ലുവിടുക, മാലക്ക് തല്ലുവിടുക, തല്ലുകൂടൽ പരിപാടി കഴിഞ്ഞു ഞാനും ഏട്ടത്തിമാരും. കാരണം 3 പെൺകുട്ടികളാണല്ലോ, എന്തെങ്കിലും കാര്യത്തിനുണ്ടാവില്ല തല്ലുകൂടാൻ. അപ്പം ഞങ്ങൾ 2 എന്നാ തല്ലുകൂടൽ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ 2 ആളല്ല കേട്ടോ, 3 പക്ഷെ ഞാനും എൻ്റെ മൂത്തേട്ടത്തി നടുക്കത്തോളം ഇട്ടിട്ട് ഞങ്ങൾ ഉമ്മാനോട് പറഞ്ഞ പാര വെക്കലായിരുന്നു. അപ്പം എന്നിട്ട് ഇവരെൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ഫാമിലിയിലേക്ക് പോയതാ. ഏതായാലും ബൈ പറയാണ്. വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കുളിക്കണം ഗൈസ്. ബസ്സിൽ കയറിയ ഏതോ ഒരു ഡ്രൈവർ ഓന് കഥ പറഞ്ഞിട്ട് നിർത്തുന്നില്ല. എന്നോട് പറഞ്ഞു ഫുൾ ടൈം ഏറില്ലാലേ. ഞാൻ പറഞ്ഞു എന്തോ. അപ്പം അങ്ങനെയാണ്. ചിലർ പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ ഗൈസ്. ഈ യൂട്യൂബിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തും ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തും ഫോളോവേഴ്സ് കൂടുന്ന ആൾക്കാരെ ഒരു പൊട്ട ചിന്താഗതി അവരാരോ ആയി എന്നാണ്. അപ്പോൾ ചില മൊയന്തകളുണ്ട് ഈ ഫേസ്ബുക്കിൻ്റെ അകത്ത് കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവർ. അപ്പോൾ അവർ വിചാരം അവർ വലിയ ആരോ ആണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. അപ്പോൾ എന്നെ പല പ്രാവശ്യം കളിയാക്കിയിട്ടുണ്ട്. അവൾ സെലിബ്രിറ്റിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ജസ്ന സലീം എന്ന് വെച്ചാൽ ഗൂഗിളിൽ പല ഭാഷകളിൽ എന്നെക്കുറിച്ചുള്ള ന്യൂസ് വരും. ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ മൊയന്തകളുടെയൊക്കെ പേരടിച്ചാൽ അവരുടെ FB, ഇൻസ്റ്റ, യൂട്യൂബ് മാത്രമല്ലേ വരുള്ളൂ. യൂട്യൂബിൽ ഇതുള്ളത് കൊണ്ട് അന്യഭാഷ മാഗസിനിൽ വരെ എന്നെക്കുറിച്ച് ന്യൂസ് വന്നിട്ടുണ്ട്. കുമുദം, തമിഴ്, മലയാളം, വനിത, പ്രിയലക്ഷ്മി, പിന്നെ എന്തായിരുന്നു മഹിളാരത്നം, പിന്നെ എല്ലാ ഓൾമോസ്റ്റ് പേപ്പറുകൾ, എല്ലാ ഓൾമോസ്റ്റ് ചാനലുകളും എന്നെക്കുറിച്ച് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പം എന്തിന് ഞാൻ സ്വയം സെലിബ്രിറ്റിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരോട് ഇന്ത്യ പ്രധാനമന്ത്രി വരെ ട്വിറ്ററിൽ എന്നെക്കുറിച്ച് കുറിച്ചിട്ടുണ്ടോ? ജസ്റ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ.